കുങ്കുമപ്പൂ മലയാളമേ കുങ്കുമപ്പൂ കേസർ. കാശ്മീരിൽ താമസിക്കുന്ന റൂമിലാണുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ കേട്ടോ. ജനൽ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഡാൽ ലേക്കിലേക്കാണ് ജനൽ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിക്കാര ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാ താഹിർ. ഓക്കെ, പുള്ളിയുടെ കൂടെയാണ് നമ്മൾ ഷിക്കാര റൈഡിന് പോകുന്നത്. പുള്ളി കുറച്ച് ധൃതി പിടിക്കുന്നതാണ്, ഞാൻ കുറച്ച് ധൃതിയിൽ പോകുന്നത്. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റിൽ ഒന്നാണ് ഈ ഷിക്കാർ റൈഡ്. അപ്പോൾ നമ്മൾ അതിലാണ്. മഞ്ഞതൊപ്പി അണിഞ്ഞ സവർവാൻ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ 18 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ശാന്തമായ ഈ തടാകത്തിലെ ഷിക്കാര റൈഡും പിന്നെ വിവിധ വർണ്ണങ്ങളിലെ ഷിക്കാരകളുടെ പ്രതിബിംബ കാഴ്ചകളും കൊത്തുപണികൾ കൊണ്ട് മനോഹരമായ ഹൗസ് ബോട്ടുകളും അവിടുത്തെ ആൾക്കാരുടെ ജീവിതവും നിറയെ പൂക്കളുടെ അകമ്പടിയോടെ ഈ തടാകത്തിലേക്ക് മുഖതിരിഞ്ഞ് നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ മുഗൾ ഗാർഡനുകളും ഒക്കെ ചേർന്നതാണ് കാശ്മീരിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ശ്രീനഗറിന്റെ കിരീടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ ദാൽ തടാകവും ചുറ്റുവട്ടവും. അതുകൊണ്ട് ഈ സൈഡിലേക്ക് കാണുന്നതെല്ലാം ഇതൊക്കെയാണ് ഹൗസ് ബോട്ടുകൾ. ഹൗസ് ബോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെ ഇത് സഞ്ചരിക്കത്തൊന്നുമില്ല, ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കും. हाँ भाई नहीं भाई यो कावा कल पिया था नहीं अभी नहीं चाहिए. 1300 1400 അതൊക്കെയാണ് സാധാരണ റേറ്റ്. അവിടെ നിന്ന് അവർ തന്നെ ഷിക്കാർ റൈഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല പല പാക്കേജുകളും പല പല രീതിയൊക്കെയാണ്. എന്തായാലും അടിപൊളി. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിരുന്നത് കുറച്ചുകൂടി രാവിലെ നമുക്ക് പോകാം, 6 മണിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. 6 മണിക്ക് പോകുകയായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകാമായിരുന്നു. പക്ഷേ എന്തായാലും ഇന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുന്നില്ല. പക്ഷേ നമ്മൾ നാളെ മറ്റന്നാളോ കൃത്യമായിട്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകണം ഒരു ദിവസം. ഓക്കെ, താങ്ക് യു. बादाम कहवा इसको कहते हैं. ഓക്കെ, ബദാം കവ. ഇതിൽ ബാലൻസിങ് ഒരു ഘടകമാണ്. നമ്മൾ ബസ്സിലൊക്കെ ചാടിക്കയറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കഴിഞ്ഞാൽ വള്ളം ഇങ്ങനെ പോലെയും. ഈ ഒരു സൈഡ് എല്ലാം അങ്ങനെ കേട്ടോ, ഹൗസ് ബോട്ടുകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. പ്രൈസ് കിतना रहेगा? ये 2 लाख में बनता है. 2 लाख. 2 ലക്ഷം രൂപയാണ് ഈ ബോട്ടിൻ്റെ വിലയെന്ന് പറയുന്നത്. വലിപ്പം മാറുന്നതിനനുസരിച്ച് വിലയും മാറും. പരമ്പരാഗതമായിട്ട് ദേവദാരു മരത്തിൻ്റെ തടിയിലാണ് ഇത്തരം ഷിക്കാരകൾ നിർമ്മിച്ചിരുന്നത്. ആ ഷിക്കാരകൾക്ക് 50 വർഷം വരെയാണ് ആയുസ്. ദേവദാരു ഇപ്പോൾ ലഭ്യമല്ലാത്തതുകൊണ്ട് മറ്റു മരങ്ങൾ കൊണ്ടും ഇപ്പോൾ ഷിക്കാരകൾ നിർമ്മിക്കുന്നുണ്ട്. ഡാൽ ലേക്കിനകത്തും ചുറ്റിലുമായി താമസിക്കുന്ന ഏകദേശം 50,000-ഓളം വരുന്ന ആൾക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ഷിക്കാര എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം, അതുപോലെ ഈ ഡാൽ ലേക്കിനകത്ത് തന്നെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, കൃഷിയുണ്ട്, മീൻപിടുത്തമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഈ ഷിക്കാര മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ട് ഈ ഷിക്കാര എന്ന് പറയുന്നത്. നമ്മളെ ഈ ഒരു സവാരി റൈഡ് ഓരോ പോയിന്റുകൾ പറയും. 5 പോയിന്റുകളിലാണ് അവരിന്ന് കൊണ്ടുപോകുന്നത്. കോൺസ പോയിന്റ് ഇപ്പോഴുള്ള ഓപ്പൺ ലേക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ലേക്കിലേക്ക് പോകും, പിന്നെ ഒരു റിസോർട്ട് പാർക്ക്. അങ്ങനെ 5 പോയിന്റുകളിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഓരോരുത്തരും ഓരോ പാക്കേജാണ്. പല പോയിന്റുകളുടെ വ്യത്യാസം ഉണ്ടാവും, റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നല്ലപോലെ ബാർഗൻ ചെയ്യുക, നല്ല റേറ്റിന് കിട്ടും. ഇനി കൊണ്ടുപോകുന്ന നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ആണ് കൂടുതലും. ഇവർ പറയുന്നത് ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴത്തേക്കും അവർ ഷിക്കാർ റൈഡൊക്കെ വളരെ കുറവായിരിക്കും. അന്നേരം അവർ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളെന്നൊക്കെയാണ് അവർ പറയുന്നത്. വില കുറവെന്നൊക്കെ പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏകദേശം 32 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ബോട്ടിൽ നമ്മൾ ഇതേപോലെ ഷിക്കാരയിലൊക്കെ പോയിരുന്നെങ്കിൽ ഒരാഴ്ച എടുക്കുമെന്ന് പറയുന്നത്. ഇതാണ്ട് അവർ കൊച്ചു പയ്യൻ തുഴഞ്ഞു പോകുന്നു. അവർക്കിവിടെ നിത്യ തൊഴിലഭ്യാസം എന്ന് പറയുന്ന പോലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കാശ്മീരിൽ ഈ ഷിക്കാര എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് കവ സെയിൽ ചെയ്യുന്നവർ ഈ ഹൗസിംഗ് ബോട്ടിലൊക്കെ താമസിക്കുന്നവരെ ലക്ഷ്യമാക്കിയൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ കവ വിറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഫ്ലോട്ടിംഗ് ലേക്കൊക്കെ കഴിഞ്ഞു ഗോൾഡൻ ലേക്കിലോട്ടാണ് വന്നത്. പുള്ളി പറഞ്ഞ ഏകദേശം 3 പോയിൻ്റായി. 4ാമത്തെ പോയിൻ്റാണ് അവിടെ കാണുന്ന ബെസ്റ്റ് വ്യൂ റിസോർട്ട് എന്ന് പറയുന്നത്. അതാണ് കൂടുതലും സിനിമ ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റും കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ഷിക്കാരെ തന്നെ ഒരു സൈഡിൽ ഹുക്കയും മറ്റ് സാധനങ്ങളും, ഒരു സൈഡിൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ വള, മാല, കമ്മൽ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് ഷിക്കാർ റൈഡ് ചെയ്യുന്നവരെ അവർ സമീപിക്കും. അതുകൊണ്ടോ ഇവിടെ കുറേ പേര് വെൻഡേഴ്സാണ്. അവരിങ്ങനെ റെഡി ആവുന്നേ ഉള്ളൂ, പെട്ടിയൊക്കെ തുറന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഹാജി കേസർ कुंकुमप्पू मलयालम में कुंकुमप्पू केसर लेना नहीं चाहिए भाई. कितना रुपए ये पड़ेगा आपको 181 ग्राम. 181 ग्राम. ഉണ്ടോ ഇതേപോലുള്ള
പല പല ഐറ്റംസ് ആയിട്ട് നമ്മൾ ആൾക്കാരിങ്ങനെ നമ്മളെ സമീപിക്കും. इसका यूज़ क्या है? सलाजीत इसका क्या यूज़ है? केसर का यूज होता है खीर में, पुलाव में, दूध में, मिठाई में, कश्मीरी कहवा में लगता है। अच्छा, फेमस जो होता है कश्मीरी कहवा, कश्मीरी का। खांसी जुकाम दमा होता है उसको भी लगता है। अच्छा, मैं 2-3 पिया कल. और भी पीना है। नहीं भाई, नहीं भाई. कश्मीरी कहवा में केसर लगता है ना, ज्यादा वही यूज करता है। अच्छा, ഇവരെല്ലാം പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എല്ലാവരുമായിട്ടും. കാരണം ഷിക്കാര റൈഡിന് കൊണ്ടുപോകുന്നവർ ഇതേപോലെ കവ വിൽക്കുന്നവരുമായിട്ടും ഇതേപോലെ ഹാൻഡിക്രാഫ്റ്റ് വിൽക്കുന്നവരുമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവർ സ്വദേശികളല്ലേ, പരസ്പരം ഒരു ധാരണയിലും പരസ്പരം ഒരു കച്ചവടമൊക്കെ. ഇത് അടുത്ത ടൈം വന്നു, 1 മിനിറ്റ് പോലും ആയില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര രസമുണ്ടോ ഇത് കണ്ടോ? കുളക്കോഴി വർഗ്ഗത്തിൽപ്പെട്ട ഏതോ ഒരു പക്ഷിയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ധാരാളം പക്ഷികളുടെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ് ഈ ഡാൽ ലേക്കും പരിസരവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ സൈബീരിയ, സെൻട്രൽ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള മൈഗ്രേറ്ററി ബേഴ്സിൻ്റെ ഇഷ്ട താവളം കൂടിയാണ് ഈ ഒരു ഡാൽ ലേക്കും പരിസരവും. ഇതൊക്കെ കാണണമെങ്കിൽ പ്രധാന തടാകത്തിൽ നിന്നെല്ലാം വിട്ട് ഇങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിലേക്ക് തന്നെ വരണം. ഹൗസ് ബോട്ടുകളുടെ ബഹളം കേട്ടോ, നിറച്ച് സൈഡ് എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെയെല്ലാം ഹൗസ് ബോട്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സമയത്താണെങ്കിൽ ഇത് ഇവർക്കെല്ലാം വരുമാനം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഹൗസ് ബോട്ടും ഷിക്കാർ റൈഡും. എന്തുമാത്രം ഷിക്കാർ റൈഡും ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെ പോകുന്ന ഓരോ ഷിക്കാരയ്ക്കും അവരുടേതായ സ്റ്റാൻഡ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ ടാക്സി സ്റ്റാൻഡുകൾ പോലെ തന്നെയാണ്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് സ്റ്റാൻഡുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഗോൾഡൻ ലേക്കിൽ നിന്ന് നേരെ കറങ്ങി ലോട്ടസ് ലേക്കിലേക്ക് വന്നു. ലോട്ടസ് ലേക്ക് എന്ന് വെച്ചാൽ താമര ലേക്ക് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ ഒഴുകി നടക്കുന്ന പൂന്തോട്ടങ്ങളാണെന്നാണ് പറയുന്നത്. കാശ്മീരി ഭാഷയിൽ റാഡ് എന്നാണ് ഈ ഒഴുകി നടക്കുന്ന പൂന്തോട്ടങ്ങൾ പറയുന്നത്. സസ്യങ്ങളുടെ വേരുകളും ചെളിയും ഒക്കെ ചേർന്ന് തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വേർപെട്ട് ഇങ്ങനെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നീട് അതിൽ ചെറിയ സസ്യങ്ങളും പൂക്കളും ഒക്കെ വളർന്ന് അത് മനോഹരമായ പൂന്തോട്ടമായിട്ട് മാറും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് താമരയും ആമ്പലും ഒക്കെ നല്ലപോലെ പൂത്തു നിൽക്കുന്നത്. അപ്പോഴേ കാണാൻ ഭയങ്കര രസമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒഴുകി നടക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ പ്രദേശത്ത് ഇവിടുത്തുകാർ വെള്ളരിയും തക്കാളിയും മുളകും ഒക്കെ കൃഷി ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ ചഷ്പുര ഗ്രാമം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന, ഈ ഡാൽ ലേക്കിൽ തന്നെ പക്ക ലോക്കൽസ് താമസിക്കുന്ന ഗ്രാമമാണ് ചഷ്പുര ഗ്രാമം എന്ന് പറയുന്നത്. ഈ സബ് ഖറേന ലേക്കിൻ്റെ നടുക്കാണ് ഇവരുടെ വീടുകളെല്ലാം. ആ ഗ്രാമത്തിനടുത്തുള്ള ഒരു ലോക്കലായിട്ടുള്ളൊരു കട കേട്ടോ. ഈ പുള്ളിയുടെ കൂടെ കൂടിയ ഈ ഒരു ഷിക്കാർ റൈഡ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. അതായത് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി കുറച്ച് ലോക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. വെറും വലിയ ലേക്കിനകത്ത് മാത്രമുള്ള റൈഡല്ല, കുറച്ചുകൂടെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ചെന്ന് എത്തി കാണാനൊക്കെ പറ്റി. എന്ത് മനോഹരമായ സീനുകളാണെന്നറിയാമോ? ഓരോ സീനുകളും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സീനുകളാട്ടോ. എവിടെ ക്യാമറ തിരിച്ചാലും കിട്ടിയ വ്യൂസാണ്. കിടിലം വ്യൂ ആണ്. നോക്കി നമ്മൾ വരുന്ന ബോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഷിക്കാർ വരുന്ന എന്ത് സുന്ദരമായ കാഴ്ചകളാണെന്നറിയാമോ? ഒരു രക്ഷയല്ല കേട്ടോ. हाँ भाई मेरा बच्चा है, इधर आ जाओ, आ जाओ, आ जाओ. ഈ ഗ്രാമത്തിലുള്ള കൊച്ചു കുട്ടികളാണ് കേട്ടോ. അവന്മാർ ചുമ്മാ ഇങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. അവരുടെ ഹൗസ് ബോട്ട് ആ കാണുന്നത് അതിലേതോ ആണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാശ്മീരി ഭാഷയാണ് കേട്ടോ. അത് നമുക്ക് ഹിന്ദിയായിട്ടൊന്നും ഒട്ടും സാമ്യമുള്ള ഭാഷയെല്ലാം തോന്നുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഒട്ടും പിടികിട്ടത്തില്ല. എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു സെക്കൻഡ് പോലും ഒരു വിരസത തോന്നാത്ത അടിപൊളി റൈഡായിരുന്നു. കാരണം ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാകാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. ഓരോ സെക്കൻഡിലും വ്യത്യസ്തമായ കാഴ്ചകൾ. ഫുള്ള് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത്. പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. आपका नंबर बोलना 9797992307 और एक बार बोलना 9797992307. ഓക്കെ, അതാണ് പുള്ളിയുടെ നമ്പർ. പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല കിടിലം റൈഡ് ലഭിക്കും. ഒരിക്കലും ഒരു പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രം.
നമ്മൾ റൈഡ് കഴിഞ്ഞ് ഏകദേശം നമ്മൾ താമസിക്കുന്ന റൂമിനടുത്ത് എത്താറായി കേട്ടോ. ഇതൊക്കെ പക്ക ലോക്കൽസ് താമസിക്കുന്ന റൂമുകളൊക്കെയാണ്. കുറച്ച് ഷിക്കാരുകൾ കാണില്ല, അവിടെയായിട്ടാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി ഒരു റൗണ്ട് അടിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറായി. നമ്മൾ 8:40 സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടാ 9:37 ആയപ്പോൾ അവന് സ്ഥലത്തെത്തിച്ചു. നമ്മൾ താമസിക്കുന്ന റൂമായി കേട്ടോ. താമസിക്കുന്നത് ഇവിടെയാണ് താമസിക്കുന്നത്. ബസ് സ്റ്റാൻഡും മറ്റുമൊക്കെ അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വാക്കിംഗ് വേ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ ക്രോസ് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു വാക്കിംഗ് വേ ഉണ്ട്. ഈ ഡാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരുപാട് ദൂരം നമുക്കിങ്ങനെ പോകാൻ പറ്റും. നമ്മളങ്ങനെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ ട്രിപ്പ്. ഓക്കെ, പുള്ളിക്ക് പൈസ പേ ചെയ്യണം. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.